എവ്രിവൺ, ഐക്കോൺ പ്രസൻസ് വിടമാട്ടയിലേക്ക് സ്വാഗതം. ഗോൾഡൻ വിസയുടെ കൂടെ ലൈഫിന്റെ വിസ കൂടി എക്സ്ചേഞ്ച് ചെയ്ത സെലിബ്രിറ്റി കപ്പിൾസ് ഷാനിദ് ആൻഡ് ഷംന കാസിമാണ് ഇന്ന് വിടമാട്ടയിലുള്ളത്. വെൽക്കം ടു മൈ ഷോ വിടമാട്ടെ. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സോങ്. പേര് നിങ്ങളുടെ എന്താണ്? വിടമാട്ടെ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇക്കോട് പറയുന്ന ഡയലോഗാണ്, വിടമാട്ടെ. അത് പക്ഷെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വേറെ രീതിയിൽ ആ ഒരു കണക്ഷൻ. വിടമാട്ടെ ഷോ ആണ്. ഷോയുടെ പേര് വിടമാട്ടെ എന്നാണ്. വിടമാട്ടെ വിടമാട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ പറഞ്ഞിട്ടേ വിടുള്ളൂ എന്നുള്ളൊരു അർത്ഥത്തിൽ വെച്ചൊരു പേരാണ്. അതിപ്പോ ഞാനിപ്പോ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ പറയായിരുന്നു, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ലാസ്റ്റ് മൂമെന്റ് എന്നെ അറിയിക്കുന്നത്, ഇതെന്ത് ഇതാണ്, ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പൊ എന്നോട് പറയാം, നമുക്കൊരു കാര്യം ചെയ്യും, ഷോയില് നമുക്ക് തീരുമാനിക്കാം, എന്നാ പിന്നെ നമുക്ക് നീ വേറെ ആരെങ്കിലും. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ വിചാരിക്കേണ്ട, ഈ ജന്മത്തിൽ, അടുത്ത ജന്മത്തിൽ, അതിന്റെ അപ്പുറത്തെ ജന്മത്തിൽ നിങ്ങളുടെ ബാക്കിൽ തന്നെ ഞാൻ അങ്ങനെ രക്ഷപ്പെടാന്ന് സമ്മതിക്കില്ല, ഞാൻ വിടമാട്ടെ. ആദ്യം തന്നെ ഈദ് മുബാറക്, ഈദ് ആശംസകൾ. താങ്ക് യു. ഞാൻ കൺഗ്രാചുലേഷൻസ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു, അപ്പൊ എനിക്ക് കുറെ കാര്യത്തിൽ കൺഗ്രാചുലേറ്റ് ചെയ്യേണ്ടി, കാരണം ഇത്രയും ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ബേബിയാണ്, ബണ്ടിൽ ഓഫ് ജോയ്. എനിക്കറിയാം, ലൈക്ക് ഐ എം സീയിങ് വാട്ട് യു ആർ ഡൂയിങ് ആസ് എ മദർ. ഇപ്പൊ ഒരു ഇത് അപ്പൊ എപ്പോഴും നമ്മൾ പറയും, ഒരു കുട്ടിയുടെ ജനനത്തോടു കൂടി ഒരു പേരൻസിന്റെ ബർത്തും കൂടിയാണ് നടക്കുന്നത്, അല്ലെ? അപ്പം നിങ്ങൾ ആസ് എ പേരൻസ് ഈ ഒരു ജേർണി എങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ ചേഞ്ചസ് ആണ് ലൈഫിൽ വന്നത്? എല്ലാം ഷടപടയെന്നാണ്, ഷാനിക്കയുടെ കാര്യം പറഞ്ഞാൽ എല്ലാം ഷടപടയെന്നാണ്. അപ്പൊ എനിക്ക് അതിനായിട്ട് ഷടപടയായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും, നീ ഇപ്പഴല്ലേ ഗോൾഡൻ വിസ വാങ്ങിക്കാൻ പോകുന്ന പറഞ്ഞു, ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു, നിന്റെ ഡെലിവറിയും കഴിഞ്ഞു, ഗോൾഡൻ വിസയും കിട്ടി. ചിലപ്പോ ഇതൊന്നും അറിയാത്ത ആൾക്കാർ വരെ കാണും ഇപ്പൊ, കാരണം അത്രയും. സംഗീത, ആക്ട്രസ് സംഗീത, ഞങ്ങൾക്ക് ജഡ്ജൊക്കെ ചെയ്യുന്ന ഒരുപാട് അറിയാം. അപ്പം ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, പൂർണ്ണ ഈ ബേബി ഷവർ എന്തെങ്കിലും ഷൂട്ടിംഗ് ചെയ്തതാണോന്ന്. ഞാൻ പറഞ്ഞ അല്ല, ഞാൻ പ്രഗ്നന്റ്. ഞാൻ അറിഞ്ഞ പോലില്ല നീ കല്യാണം കഴിഞ്ഞതെന്ന്. അപ്പൊ അതുപോലെയാണ് ഇപ്പം അതിപ്പോഴും ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ഇപ്പൊ ദർശനയിൽ കൊടുത്ത ഇന്റർവ്യൂവിന്റെ ഇടയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അതൊരു സൈഡിൽ ഞാനത് ചോദ്യമായിട്ട് അത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം പറയും, പേരൻസ് ആയതിനു ശേഷം ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്? ഈ ഒരു ചെറിയൊരു ടൈമിൽ എന്തൊക്കെ ട്രാൻസിഷൻസ് ആണ് നിങ്ങൾ ആസ് പേരൻസ്? ആസ് എ പാരന്റ് ഇക്കയ്ക്ക് എന്ത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നാ തോന്നുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, വ്യത്യാസങ്ങൾ വേണ്ടത്. അപ്പൊ മദർഹുഡ് നമ്മൾ ആ ടേം ഭയങ്കര ചീസിയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ഈസി. നമുക്കറിയാം, ആസ് മദേഴ്സ് നമ്മൾ കുറെ ചേഞ്ചസ് പോകും, ഇമോഷണലി, ഫിസിക്കലി. അച്ഛന്മാരൊരു ചെറിയ ചേഞ്ചസ് അതിനകത്ത് നിങ്ങളും പോകുന്നുണ്ട്, എന്നാൽ പോലും അമ്മമാർക്ക് പല ചേഞ്ചസും വരാറുണ്ട്. അച്ഛന്മാർ പുറത്ത് കാണിക്കില്ലല്ലോ, നിങ്ങൾ കാണിക്കില്ല. അപ്പൊ ഞങ്ങള് വിചാരിക്കും ഇവർക്ക് എന്തായിരിക്കും ഒരു മാറ്റം എന്നൊരു തോന്നുന്നുണ്ട് ഓൺ സൈഡ് നോട്ട്. പക്ഷെ പറയൂ, ലൈക്ക് ഹൗ ഡു യു അക്സെപ്റ്റ് ദിസ് ജേർണി ഫിസിക്കലി, മെന്റലി എല്ലാം എങ്ങനെയായിരുന്നു? എൻ്റെ വീട്ടിൽ കുറെ കുട്ടികളെ ഞാൻ ലൈക്ക് എൻ്റെ സിസ്റ്ററിന്റെ മക്കളൊക്കെ ഡെലിവറി സമയം എല്ലാവരും എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച്, അത് അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ 5 കുട്ടികളാണ്. അപ്പം ഞാൻ ഇവരൊക്കെ കുട്ടികളായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ഉള്ളതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് എനിക്കൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എൻ്റെ സിസ്റ്ററിന്റെ മക്കളൊക്കെ പറയും, ഓ ചിന്നാട്ടിക്ക് കുഞ്ഞ് വന്നു കഴിയുമ്പോൾ ഭയങ്കരം താഴെ വെക്കില്ല, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ചിന്നാട്ടി ഇങ്ങോട്ട് കൂളായിട്ടാണ്, മോനുണ്ട്, അത്രയേ ഉള്ളൂ. അത് പക്ഷെ എനിക്ക് കുറേ കുട്ടികൾ കണ്ട് അങ്ങനെ അതൊരു യൂസ്ഡ് ആയി. പക്ഷെ ഞാൻ ഒരു ഉമ്മയായി, ലൈക്ക് ഐ ബിക്കം എ മദർ. അതെനിക്കിങ്ങനെ മോനായിട്ട് ഇതാവുമ്പോൾ എനിക്ക് ഭയങ്കര അറ്റാച്ച്. ഞാനിപ്പം ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എനിക്കിതൊരു വേറൊരു ഫീലാണ്. പോയിട്ട് വരുന്ന സമയത്ത്, പോകുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഒരു 2 days അത് 1 day ഒക്കെ പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ വേറെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പെട്ടിയൊക്കെ എടുത്ത് വെക്കുമ്പോൾ ഭയങ്കര റിലാക്സ് ചെയ്ത് എടുത്ത് വെക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഫ്ലൈറ്റിന് സമയമായ എടുത്തൊക്കെ ഇട്ടാണ്. ആൻഡ് പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി ആയാലും ബോട്ടിയും എവിടെ ഉള്ളത് ഇപ്പൊ കുട്ടീനെ എന്നെ ബോട്ടിയും വിളിക്കാറില്ല. പക്ഷെ എനിക്ക് വർക്കിന്റെ കാര്യത്തിൽ ഒരുപാട് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ 6 months വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞൊരു 2nd month തന്നെ ഒരു കംപ്ലീറ്റ് ആവുന്ന മുന്നിട്ടായി സ്റ്റാർട്ടഡ് വർക്കിംഗ്. പിന്നെ സീരിയസ്ലി സേയിങ് ഐ എം thoroughly enjoying it. എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ, കുട്ടികളില്ലാത്ത ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ഒരു പീരിയഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യണം. ചില ആൾക്കാർ പറയും കുട്ടികൾ വേണ്ട, ഇപ്പം വേണ്ട. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയാം, ലൈക്ക് അതൊരു വേറൊരു ലൈഫാണ്. ഇറ്റ്സ് എ വെരി ഗുഡ്. എന്താ പറയുക, കുഞ്ഞുണ്ടാവുന്ന സമയത്ത് അവരുടെ അനക്കം, പിന്നെ ആ ഒരു ഡെലിവറി സമയം, പിന്നെ ഞാനിപ്പോൾ 3 മാസം ആവാറായി മോന്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട്
ഇത്ര ആയോ കുട്ടി, ഞാൻ ഇത്രകൊണ്ട് കണ്ടതല്ലേ, ഇത്രയായോ, ജസ്റ്റ് ഗ്രോസ് ലൈക്ക് ദിസ്. അപ്പൊ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എനിക്ക് കുഞ്ഞ് വണ്ണം ഇപ്പോഴും കുഞ്ഞായിട്ടാ തോന്നുന്നത്. അപ്പൊ ഡ്രസ്സ് കയറാതെ ആകുമ്പോഴായിരിക്കും അയ്യോ ഡ്രസ്സ് ഇപ്പൊ ടൈറ്റ് ആയല്ലോ വലുത്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഒരു എവറി മോം ഗോസ് ത്രൂ ദാറ്റ് ഫേസ്. അത് നമ്മൾക്ക് വേർഡ്സിൽ പലർക്കും അത്ര എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. വി നോ ലൈക്ക് നമ്മുടെ ഹാർട്ട് ഫുൾ ആയിരിക്കും. അത് മദേഴ്സിന് എപ്പോഴും വരുന്ന ഒരു ഇതാണ്. നിങ്ങളുടെ ഫുൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മർഹബ ഇവന്റ് അല്ലേ? കുറേ പേര് ചോദിച്ച കാര്യമായിരിക്കും. എന്നാലും ശാന്തിക്കോട് ഞാൻ ചോദിക്കണം, ഈ ഒരു ഇവന്റിന് ആദ്യം ഷംനാനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഗോൾഡൻ വീസ കൊടുക്കാന്ന് പ്ലാൻ ചെയ്യുമ്പോൾ, അതിന് ശരിക്കും പ്ലാൻ ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വിളിച്ചാണോ? ഗോൾഡൻ വിസ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. എനിക്ക് അറിയുന്ന ഒരാള് വഴി, സിദ്ദീഖ എന്ന് പറഞ്ഞ ഒരാള് വഴി എന്റെ അടുത്ത് ഇങ്ങനെ, അന്ന് അനുസിത്താരക്കാണ് ഒക്കെ കൊടുത്തിരുന്നത്. അപ്പം അങ്ങനെയാണ് എന്റെ മമ്മി എന്റെ അടുത്ത് പറഞ്ഞു, ഒരു മനുഷ്യൻ വിളിച്ചിട്ട് ഗോൾഡൻ വിസ ഉണ്ട്, ഗോൾഡൻ വിസ ഉണ്ട്, നീ എന്താ ഈ ഗോൾഡൻ വിസ? ഞാൻ പറഞ്ഞു ഗോൾഡൻ വിസ ഇപ്പം അല്ലല്ല, മനുഷ്യൻ മറ്റേ ആളായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരൻ്റെ നമ്പർ എടുത്ത് അപ്പോഴടുത്ത് പറഞ്ഞു ഇങ്ങനെ ഗോൾഡൻ വിസ തരാൻ ഇങ്ങനെ നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അപ്ലൈ ചെയ്തോളൂ. ഫസ്റ്റ് എനിക്ക് അതൊരു ഫേക്ക് ആയിട്ടൊക്കെ തോന്നി. പിന്നെ എല്ലാവരും ഞാൻ കണ്ടു ഇതായി. അങ്ങനെ ഗോൾഡൻ വിസ അപ്രൂവൽ ആയതിന് ശേഷം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഇങ്ങനെ അപ്രൂവൽ ആക്കിയത് മിസ്റ്റർ ഷാനിദ് എന്ന് പറഞ്ഞ അവരുടെ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ ഒന്ന് വിളിച്ചിട്ടൊരു താങ്ക്സ് പറഞ്ഞോളൂ കേട്ടോ, കാരണം അവർ പെട്ടെന്ന് അപ്രൂവൽ ആക്കി തന്നു. പെട്ടെന്ന് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് ഐ തിങ്ക് ദ നെക്സ്റ്റ് വീക്ക് എനിക്ക് അപ്രൂവൽ ആയി. പക്ഷെ വന്നില്ല, ഞാൻ അതാണ് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര പെട്ടെന്നോ? അങ്ങനെയാണ് ആദ്യമായിട്ട് പുള്ളിക്കാരൻ നമ്പർ അയച്ചെന്ന് ഞാൻ വിളിച്ച് ഒരു താങ്ക്സ് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഇക്കനെ ആദ്യമായിട്ട് അറിയുന്നത്. പക്ഷെ ഈ ഇവന്റിന് വന്ന ശാന്തിക ഫസ്റ്റ് ടൈം വെൻ യു സീ ഹർ, ഫിസിക്കൽ ട്രേറ്റ് ഓർ ക്യാരക്ടേഴ്സ് വൈസ് എന്താണ് ഫസ്റ്റ് നോട്ട് ചെയ്ത കാര്യം? നമുക്കൊരാളെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കാണുമല്ലോ, അതെന്തായിരുന്നു? ഇല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവര് 3 months ആണ് ഇതിന്റെ 90 days ആണ് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവുക ഗോൾഡൻ വിസക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ അന്നൊന്നും ഓരോ ഷൂട്ടിങ്ങിന്റെ ഒരു പറഞ്ഞ് ഇവർ നീട്ടി കൊണ്ടുപോകുമായിരുന്നു, നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 90 days കഴിഞ്ഞിട്ട് എക്സ്പയർ ആയി പോകും. അപ്പൊ ആ സമയത്ത് പിന്നെ ഞാൻ ഇവിടെ മർഹബ ഇതിനായിട്ട് നല്ലൊരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും പറഞ്ഞപ്പോൾ നിങ്ങൾ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരികയാണെന്നുവെച്ചെങ്കിൽ എന്ത് ചെയ്യുന്ന ആ സമയത്ത് അടിക്കാം, അപ്പൊ ടിക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് തരാം. അപ്പൊ അങ്ങനെയാണ് ചെയ്യല്. പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ ഒന്നും. അപ്പൊ അങ്ങനെയാണ് ഇവർ വന്നത്. വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അന്ന് ഷെയ്ഖിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്തു ആ ടൈം. അവരങ്ങനെയല്ലേ ചോദിച്ചത്, ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോ മർഹബ സ്റ്റേജിൽ വെച്ച് എന്നെ കിട്ടാൻ വേണ്ടിട്ടാണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. അപ്പൊ എനിക്ക് പറയും ഞാൻ ശ്രദ്ധിച്ചു പോലും ഇല്ലാന്ന്. പക്ഷെ എന്നെ കാറിന്റെ അടുത്ത് വന്നിട്ട് എന്നെ റിസീവ് ചെയ്ത ആള് പുള്ളിക്കാരൻ. അങ്ങനെയാണ് ഞാൻ. പക്ഷെ ഒരു കാര്യത്തിന് ആദ്യം ലൈക്ക് ഒരു ചെറിയൊരു ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞില്ല, ഷംനു പറഞ്ഞില്ല ഫസ്റ്റ് ടൈമാണ് എന്റെ അടുത്ത് ഒരാൾ ദേഷ്യപ്പെടുന്നത്. അന്ന് പ്രോഗ്രാമിന്റെ സമയത്ത് അങ്ങനത്തെ പുള്ളിക്കാരന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഷെയ്ഖ് ആ സമയത്ത് ഫംഗ്ഷൻ അല്ലായിരുന്നു, അത് ടൂറിസം കമ്പനിയുടെ ഇനാഗുറേഷൻ ആയിരുന്നു. അപ്പൊ അത് വൈകിട്ട് 5 മണിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഷെയ്ഖ് മരിച്ചുകൊണ്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു ഇനാഗുറേഷൻ. അപ്പൊ പിന്നെ അവിടെ എല്ലാവരും കൂടെ വന്നിട്ട് അന്ന് പ്രോഗ്രാം നടത്തി എല്ലാവരും കൂടെ സ്റ്റാഫുകളെല്ലാം കൂടെ അവിടെ ഓഫീസിലുണ്ടായിരുന്നു. അപ്പൊ 5 മണിക്ക് വരാന്ന് പറഞ്ഞു. 5 മണിക്കല്ല, കുറച്ച് 5 മണിക്കാണ് ആദ്യം വരാന്ന് പറഞ്ഞത്. പിന്നെ 5 മണി ഒരു 4:30 ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ, കാരണം എന്താ വെച്ചാൽ ഞാൻ പർച്ചേസിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നും പറഞ്ഞു. പിന്നെയാണ് പറഞ്ഞത് എന്ത്, ആ പർച്ചേസിന് പോകുന്നത് എൻ്റെ സ്റ്റാഫിന്റെ കൂടെയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നാദിറ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ കൂടെ ഞാൻ പോകുന്നതല്ല, മമ്മിക്ക് പോണം ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കൊണ്ടുവന്ന ഒരു ഫംഗ്ഷനിൽ നമ്മളുടെ സ്റ്റാഫിന് നമ്മളറിയാതെ വണ്ടി എടുത്തോണ്ട് പോവുക, അത് ഇവരുടെ പ്രശ്നമല്ല, ആ സ്റ്റാഫ് നമ്മളെ ഇൻഫോം ചെയ്യണ്ടേ. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു എന്ത്, അപ്പൊ നമുക്ക് ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഫസ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞു ഇല്ല അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നാൽ മതി, കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ. പിന്നെ ഇതൊക്കെ പറയാ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ. എന്റെ അടുത്ത് ആദ്യമായിട്ടാണ് ഒരാള് ഇങ്ങോട്ടേക്ക് വരണ്ടെന്നൊക്കെയോ. എനിക്ക് ആകെ ഇതായി. ഞാൻ വേഗം ഞാൻ അന്ന് സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ മമ്മിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു പുള്ളിക്കാരന് ഭയങ്കര ദേഷ്യം പിടിച്ചു, ഞങ്ങൾ അന്ന് കണ്ട ഒരാളില്ലേ, ഭയങ്കര ഇതായി. മമ്മി പറഞ്ഞു നീ എന്താ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പിന്നെ പോണ്ടെന്ന് പറഞ്ഞു, ഞാൻ പോയില്ല, അവിടെ പോയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതായി. അന്ന് രാത്രി ഞാൻ എനിക്ക് മെസ്സേജ് ചെയ്തു, ഐ വോണ്ട് ടു മീറ്റ് യു, നാളെ എൻ്റെ ഫ്ലൈറ്റാണ് വൈകിട്ട്, ബട്ട് രാവിലെ ഒന്ന് ജസ്റ്റ് ഒരു കോഫി കുടിക്കാനോ, അത് മാത്രമല്ല എനിക്കൊരു ഹുക്ക വാങ്ങിക്കാൻ പോകണമായിരുന്നു. അപ്പൊ അതും കൂടി എനിക്കത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ക്യാൻ ടോക്ക് ടു യു ഓൾസോ. എറണാകുളം വീട്ടിലുള്ള ഹുക്ക. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ എന്ന് മെസ്സേജ് ചെയ്തു.
ഞാൻ രാവിലെ എണീറ്റ് ഞാൻ മെസ്സേജ് ചെയ്തപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞിട്ട് മെസ്സേജ് ചെയ്തു ഞാൻ ഡ്രാഗൺ വാട്ടറിലാണെന്ന്. ഞാൻ എൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ വാൾപേപ്പേഴ്സ് എനിക്ക് ഫോട്ടോ അയച്ചുതരാം. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം, കുഴപ്പമില്ല, ഡ്രൈവർ വരും അപ്പം പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഓക്കെ, ഡ്രൈവറുടെ കൂടെ പോയി ഞാൻ വാങ്ങിച്ചോളാം, ബട്ട് പോകുന്ന മുന്നിട്ട് എനിക്ക് ഇയാളെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ വിളിച്ച് കുത്തി കുത്തി കൊണ്ടുവന്നതാ. കുത്തി കൊണ്ടുവന്ന ആളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കണേ. ഇപ്പം മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സേഷൻ, മാരേജ് ഫിക്സിംഗ് ഒക്കെ ലൈക്ക് നിങ്ങൾ പരിചയപ്പെട്ട ഒരു 1 വീക്ക് അല്ലേ? കറക്റ്റ് മീ ഇഫ് ഐ റോങ്. അപ്പം ഷാനദിക്കയുടെ ബിസിനസ് വിച്ച് ഈസ് ലൈക്ക് ഇവിടുത്തെ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ റീജിയൻ, ഷംന ആസ് ആൻ ആക്ട്രസ്, ആ കരിയർ, ഇതൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടിയായിരുന്നു? കാരണം ചില സമയത്ത് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നു, നമ്മളെപ്പോഴും കല്യാണം കഴിക്കുന്നില്ല, ചിലപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ടൈം കിട്ടിയില്ല, അപ്പം നിങ്ങളത് ശരിക്കും ഡിസ്കസ് ഒക്കെ ചെയ്തിരുന്നു? അതിനകത്ത് അങ്ങനെയല്ല, ഇത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെറിയൊരു അറ്റാച്ച്മെന്റിലേക്ക് വന്നു. അപ്പൊ ആ സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയണത് എനിക്ക് ഷംനാനെ ഇഷ്ടമാണ്, ഒന്ന് ചോദിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അവർക്ക് ഫ്രണ്ടുമായിട്ട് ഇപ്പോഴും ഫ്രണ്ടാണോ? എനിക്ക് കാണുമ്പോ ഞാൻ ഫേസ് പോലും ചെയ്യാറില്ല. അപ്പൊ ഞാൻ വെറുതെ അപ്പൊ തന്നെ പറഞ്ഞത് ഇങ്ങനെ ഒരാൾക്ക് ഇഷ്ടാന്ന് പറയുന്നുണ്ട്, ഒരു കല്യാണം കഴിക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു തമാശ പറയായിരിക്കും, കാരണം അതിന് മുന്നേ ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് നമുക്ക് ഫ്ലൈറ്റിൽ വൈഫൈ എടുക്കേണ്ട ഓപ്ഷനും ഉണ്ട്, പേ ചെയ്തിട്ട് എമിറേറ്റ്സിൽ നമുക്ക് എടുക്കാം. അപ്പൊ പുള്ളിക്കാരന് ഞാൻ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ വൈഫൈ എടുത്ത് ഞാൻ ഫ്ലൈറ്റിന്റെ അകത്തുനിന്ന് അടക്കം ഞാൻ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ട് എന്റെ അടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ആ 2 ദിവസം പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും പുള്ളിക്കാരൻ ഫ്ലാറ്റിന്റെ ഡെക്കറേഷൻ കാണിക്കുന്നുണ്ട്, ഞാൻ എവിടെ പോകുന്നു, അതൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഇഷ്ടമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം എന്നെ ഇങ്ങനെ ഇപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ കല്യാണം ആലോചിക്കാൻ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ഞാൻ വെച്ച തമാശ പറയായിരിക്കും കേട്ടോ, നമ്മൾ വിചാരിക്കില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കളിയാക്കുകയാണല്ലേ? പറഞ്ഞു അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ സത്യമായിട്ടും ഇപ്പം ഷംനയും കല്യാണം ആലോചിക്കുകയാണല്ലോ, അപ്പം ഷംനയുടെ പാരന്റ്സിനോട് അവർക്ക് സംസാരിക്കണം എന്നുണ്ട്. എനിക്കങ്ങനെ നമ്പർ ഇട്ടൊന്നുമില്ല, മെസ്സേജ് ഒക്കെ അവരയച്ച മെസ്സേജ് ഒക്കെ എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു തന്നു. അതിനുശേഷം അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞേര് ഈ ഷംനയ്ക്ക് നിങ്ങളെയാണ് ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാ പറഞ്ഞത്, ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഫ്രണ്ടിനോട് പോയി പറഞ്ഞേര് ഈ ഷംനയ്ക്ക് നിങ്ങളോടാണ് ഇഷ്ടം. അതാണ് ഞാൻ ഫിലിമി പിക്കപ്പ് ലൈൻ. അപ്പൊ ശാന്തിക്ക് എന്ത് പറഞ്ഞു? ലൈക്ക് അല്ല, അപ്പൊ ഞാൻ എന്തോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ ഹിസ്റ്ററികള് കംപ്ലീറ്റ് അറിഞ്ഞിട്ട്. ഫസ്റ്റ് പറഞ്ഞ എന്നെ കളിയാക്കിയതല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അങ്ങനെ വെച്ചായിരുന്നു, എന്നെ കളിയാക്കിയതല്ലേ നിങ്ങളെന്ന് പറഞ്ഞു. നിങ്ങളെന്ന് മാത്രമേ വിളിക്കുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോഴും അതെ. എന്നിട്ടാണ് ഇപ്പൊ ഈ ചിന്നാട്ടി പൂർണ്ണ, അത് ഞാൻ ചോദിക്കുന്നത് വിചാരിച്ചാൽ അത് ശരിക്കും ഫിലിമില് ഉള്ള പേര്? ചിന്നാട്ടി എന്റെ നിക് നെയിം ആണ്. എന്റെ ഗ്രാൻഡ്മ എന്റെ ഈ 8 പേരാണ്. എന്നെ എല്ലാവരും വീട്ടിലെല്ലാവരും ചിന്നാട്ടി എന്നാ വിളിക്കുക. ഇപ്പൊ മമ്മി ആണെങ്കിൽ പോലും ചിന്നാട്ടി എന്നാ വിളിക്കുക. ദേഷ്യം വരുന്ന സമയത്ത് മാത്രമാണ് മമ്മി ഷംന എന്ന് വിളിക്കുക. അപ്പൊ ഈ പൂർണ്ണ എന്നുള്ള പേര് അത് എന്റെ തമിഴിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോ മുനിയാണ്ടി പേരല്ല, എന്നെ അവിടെ എല്ലാവരും അറിയപ്പെടുന്നത് പൂർണ്ണ എന്നാണ്. സ്ക്രീൻ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഭരത്തിന്റെ കൂടെ അഭിനയിക്കുമ്പം എന്റെ ഈ ന്യൂസിലും പേപ്പേഴ്സിലൊക്കെ വന്നത് ഷംനയ്ക്ക് പകരം സാമ്ന, സാമള എന്നൊക്കെയാ വരുന്നത്, ഷംന എന്ന് വരുന്നില്ല. അങ്ങനെ ഡയറക്ടർ ചോദിച്ചു ക്യാൻ വി ചേഞ്ച് ദ നെയിം, ഒരു കുറച്ചും കൂടി കാച്ചി ആയിട്ടുള്ള പേര്. അങ്ങനെയാണ് ഈ പൂർണ്ണ എന്ന് പറഞ്ഞ പേര് വരുന്നത്. ഈ കമ്മിങ് ബാക്ക് ടു മാരേജ്, ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഷംനയ്ക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും എങ്ങനെയാണ് സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്നത്, എവറിത്തിങ്. ഷാനദിക്കിനെ സംബന്ധിച്ച് സമാധാനമായിട്ട് ഞാനൊരു സൈഡിൽ ബിസിനസ് ചെയ്ത് ഓൺടർപ്രണർഷിപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന. നിങ്ങൾ കല്യാണം ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ഡിഡ് യു ഗൈസ് ഹാവ് ഈ ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പ് വരും? കാരണം ഈ ദുബായിൽ ഇറ്റ് വാസ് റിയൽ ഹൈപ്പ്. ലൈക്ക് നമ്മളെല്ലാവരും കണ്ട് നമ്മുടെ മൊബൈലിൽ വന്ന ന്യൂസ് ആണ് ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ഓൺ. അപ്പോഴാണ് വി ആർ കമ്മിങ് ടു നോ അബൌട്ട് യു ഓൾസോ. അപ്പം ആ ഒരു ഹൈപ്പ് നിങ്ങൾ ഓവർസീ ചെയ്തിരുന്നു, ഇങ്ങനെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? അത് വന്ന സമയത്ത് നിങ്ങൾ ഓക്കെ ഇതിങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചോ, അതോ എന്തെങ്കിലും റിയാക്ഷൻ? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, എനിക്കറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞതാണ്, ഞാൻ പൊതുവെ സിനിമ കാണലില്ല. അതേപോലെ പ്രോഗ്രാമുകളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ
പിന്നെ ഇവര് ഇത്രയും വലിയൊരു ആക്ടർ ആണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം വെക്കുകയാണെന്ന് വെച്ചെങ്കിലും നാട്ടിലുള്ള ഏതെങ്കിലും ഏജൻസിനെ വിളിച്ച് അവരോട് ചോദിക്കും ഏതാ നല്ല ആക്ടർ ഉള്ളത്, അങ്ങനെ ചോദിച്ചിട്ട് അവർ തരുന്ന ആക്ടേഴ്സിനെ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ നമ്മളിത് കാണാനൊന്നും പോകാറില്ലല്ലോ. ഇത് പെട്ടെന്ന് ഇത് ന്യൂസ് ആയപ്പോഴാണ് നമ്മൾ ആക്ച്വലി ഞങ്ങളുടെ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പം ഗുഡ് സൈഡ് ന്യൂസസും ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം രണ്ടു പേർക്കും എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. എന്നെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയാൻ കുറേ ആൾക്കാർ, അതുപോലെ എൻ്റെ ഫോണിലാണെങ്കിലും ഇക്കനെ കുറിച്ച് നെഗറ്റീവ്, അങ്ങനെ ലൈക്ക് രണ്ട് ഫാമിലീസിനും ഭയങ്കരമായിട്ട് അത് എന്താ പറയുക സ്ട്രെസ്ഫുള്ളായി, എൻ്റെ ബ്രദറിനും എല്ലാവർക്കും. ബിക്കോസ് നമ്മൾ പറയില്ലേ കല്യാണം മുടക്കാനാണ് ആൾക്കാർ കൂടുതലും, അത് സിനിമയിൽ പോലും കാണിക്കുന്നത് ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു നല്ല കാര്യം ചിലപ്പം ഓക്കെ വാട്ട് എവർ പടച്ചോൻ വിധിച്ചതാണ് എല്ലാം നടക്കുക, നല്ലതിനും ആയിരിക്കും ചീത്തയ്ക്കും ആയിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ കുറേ ഇങ്ങനെ എന്താ പറയാ ഗുഡ് വൈബ്സിന്റെ കൂട്ടത്തില് വി ഹാഡ് ലോട്ട് ഓഫ് ബാഡ് വൈബ്സ് ഓൾസോ. അതെങ്ങനെ നിങ്ങൾ പിന്നെ പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരുപാട് വാശിപ്പുറത്താണ് ഇവിടെ എത്തിയത്. കാരണം എൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവരോട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്നും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ ഈ കാണുന്ന കന്തൂറയിട്ട ഷാനിദ് ആയിരുന്നില്ല മുന്നേന്നും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനിവിടെ ജോലിക്ക് വന്ന ഒരാളാണ്. അവിടെ നിന്ന് ഇവിടെ എത്തണം എന്നുണ്ടെച്ചെങ്കിൽ അത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും. ഇത് അതുപോലെ ഇതേ ഒരു ഫീൽഡ്, ഈ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പാരകളും കാര്യങ്ങളും ഉള്ള ഇതാണ്. അപ്പോൾ അവിടെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് എത്തണം എന്നുണ്ടെച്ചെങ്കിൽ അത്രയും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത്യാവശ്യം ചീത്തപ്പേരും എല്ലാം നേടിയെടുത്തിട്ടുണ്ടാവും. ഞാൻ ആദ്യമേ പറഞ്ഞത് അതാണ്, ഷാനിദ് എന്ന വ്യക്തിക്ക് നല്ല പേരില്ല. മനസ്സിലാവണ്ട, അത് നല്ല പേര് എന്ന് പറയുന്നത് എന്താണ്, ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന ഷാനിദ് എന്ന വ്യക്തിക്ക് നല്ല പേരുണ്ട് കേട്ടോ. എന്റെ അടുത്ത് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഹെൽപ്പിംഗ് മൈൻഡ്. അല്ല അത് എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം. ഇപ്പൊ എന്നെ ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, എന്നാൽ ഈ ആളുകൾ ഞാൻ ഫേസിൽ ഞാൻ മുന്നിലുള്ള ഒരാളാണ്, എൻ്റെ അടുത്തേക്ക് നേരിട്ട് വരാം ആർക്കും. ഞാൻ ഒതുങ്ങി നിൽക്കുന്ന ഒരാളോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളോ അല്ല. അതൊരു ഈ ഒരു ഫീൽഡിൻ്റെ പ്രത്യേകതയാണ്, PRO സർവീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള താരടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോട് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മളെ എതിർക്കാൻ വരുന്നവരോട് നമ്മൾ തിരിച്ചും എതിർത്താലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്തൊരു അന്തരീക്ഷമാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട്, അത് പൂട്ടിപ്പോയിട്ടുള്ള അനുഭവങ്ങൾ. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആരാന്ന് ചോദിച്ചാൽ ഞാനാന്ന് പറയുന്ന, അല്ലാച്ചെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും, അത് എന്നെക്കുറിച്ച് ഇവിടെ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാം. എൻ്റെ ഒരു പഴയ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വീട്ടിൽ ചെല്ലും. അതെൻ്റെ സ്വഭാവമാണ്. അവരെ വീട്ടിൽ ചെന്ന് ഞാൻ ചോദിക്കും, നീ ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് എന്താണ് അതിൻ്റെ സത്യം? ആ പറഞ്ഞ ആളെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ അത് കാരണം എല്ലാവരും എന്ത് ചെയ്യില്ല, എൻ്റെ മുന്നിൽ വെച്ചൊന്നും പറയില്ല. കാരണം ഇവർക്കറിയാം ഞാൻ 4 ആൾ കൂടിയ സ്ഥലത്ത് ഇത് ചോദിക്കുള്ളൂ. കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളെ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. അത് നിങ്ങളോട് ഞാനത് മൈൻഡിൽ വെക്കും, ഓക്കെ എന്ന് പറയും. എന്നിട്ട് നിങ്ങളടക്കമുള്ള ഒരു 50 ആൾ കൂടി നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കുള്ളൂ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം അതാണല്ലോ, ഇത് എവിടെയോ ഇരിക്കുന്ന ആൾക്കാരല്ലേ പറയുന്നത്, നമുക്കൊന്നും അത്. ഇക്കയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പം എൻഡ് ഓഫ് ദി ഡേ ഇപ്പം ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ക്വസ്റ്റ്യൻ ഇഷ്ടമായില്ല, അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പുറത്ത് വന്ന് ആ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കണ്ടായിരുന്നു, അങ്ങനെ പറയില്ല, അവിടെ തന്നെ പറയും ഈ ക്വസ്റ്റ്യൻ ഇവിടെ വേണ്ട കേട്ടോ. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതാണ് ഇക്കയിൽ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം. എന്ന് വെച്ചാൽ നമ്മളെന്താ വിചാരിക്കാം, ആൾക്കാരെ മുന്നിൽ നമ്മളെന്തിനാ അങ്ങനെ ചിരിച്ചോണ്ടിരിക്കതാക്കാം. ഇക്ക അങ്ങനല്ല, അവിടെ എന്താണ് അത് നേരിട്ട് പറഞ്ഞ് അത് ക്ലാരിറ്റി ചെയ്ത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ തുറന്ന് പറയുന്ന ആളുകളെ ജനങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മളുള്ള പോലെ പറയാം. അത് ഞാൻ ചിന്തിക്കുന്നത് എന്താണ്, അപ്പൊ ഉള്ള ദേഷ്യം ഉണ്ടാവുള്ളൂ ആളുകൾക്ക് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്, ആ പഴയ ദേഷ്യങ്ങളൊക്കെ ആൾക്കാർ കമന്റ് ആയിട്ട് ഇങ്ങനെ പോരുന്നുണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ ഇപ്പൊ പല സ്റ്റാഫുകൾ, ഇപ്പൊ എന്റെ കമ്പനിയിൽ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഒരു 10,000-3000-ഓളം സ്റ്റാഫുകൾ വന്നിട്ടുണ്ടായിരിക്കും എന്റെ കമ്പനിയിൽ. ഇവരൊക്കെ ഞാൻ ഓരോ കാരണങ്ങളൊക്കെ ഒഴിവാക്കുന്നതാ. ഇപ്പൊ നമുക്കിപ്പോ ഒരു സ്റ്റാഫ് വരുമ്പോ അവര് കാണിക്കുന്ന അറാമ്പറപ്പെല്ലാം നമ്മൾ കണ്ടു നിൽക്കണമെന്നില്ലല്ലോ. അപ്പൊ നമുക്ക് പറ്റാത്താകുമ്പോ നമ്മൾ അവരെ ഒഴിവാക്കും. അങ്ങനെ വരുന്ന സ്റ്റാഫുകളൊക്കെയാണ് എന്ത് ചെയ്യണത്, ഈ ഇടണത്. മനസ്സിലാവണ്ട. പക്ഷേ ബാഡ് വൈബ്സ്, ആക്ച്വലി ബാഡ് വൈബ്സ് കുറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്ത ആൾക്കാരോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം അതുകൊണ്ടാണ് അതിൽ വേറെ ഒന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇപ്പൊ ഞാൻ ബിസിനസ് കൺസൾട്ടന്റ് ആണ്. ഞാൻ ചെറിയ ഇതിൽ നിന്ന് 18 വയസ്സിൽ ഇവിടെ വന്ന് അവിടെ നിന്ന് ഞാൻ 1500 ദിറംസ് സാലറിന്ന് ഞാൻ ഇവിടെ എത്തിയെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് എല്ലാവരോടും ഞാൻ പറയുന്നത് എപ്പോഴും ശത്രുക്കളെ ഉണ്ടാക്കുക. നമ്മൾ തമാശയല്ല, നമ്മൾ എപ്പോഴും ശത്രുക്കളെ ഉണ്ടാക്കണം. ആ ഉണ്ടാക്കിയാലേ നമുക്ക് അവരായിട്ട് ഫൈറ്റ് ചെയ്ത് എത്താനുള്ള
ഇതുണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾക്ക് ഒരാൾ നമ്മളൊന്നും പറയണില്ല, എല്ലാവരും അവൻ നല്ലോനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ താഴെ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ കിടക്കും. അതേസമയം നമ്മൾ ഒരാളെ ഇപ്പം അന്ന് ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ഇവരെക്കുറിച്ച് വളരെ മോശമായിട്ട് വന്നപ്പോൾ നമുക്കത് എന്തായി, അത് നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മുടെ ഫാമിലി എല്ലാവരും തീരുമാനിച്ചത് നമ്മൾ ഒരുപാട് ഇത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണ്ട, നമ്മുടെ നിക്കാഹ് അങ്ങോട്ട് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ, ബിക്കോസ് ഒരു എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു മോതിരം മാറ്റൽ മാത്രമാണ്. അത് തന്നെ കുറെ കൺഫ്യൂഷൻ ആയിരുന്നു. അതിന്റെ പേരിലും നിക്കാഹ്, പ്രഗ്നൻസി, ആ ഒരു അല്ല അതെന്താ അറിയോ, അതെന്താ സംഭവം അറിയോ, ഇപ്പൊ നമ്മള് ആ ഒരു സംഭവം ഉണ്ടായപ്പോ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞെന്താ വെച്ചാല്, നമ്മൾ അങ്ങനെ ഒരു ലവ് ആയിട്ടോ അങ്ങനെ ആയിട്ടോ ഇതായിട്ടോ നമ്മൾ പോകുന്നതെന്നുള്ളത് നമ്മൾ നിക്കാഹ് കഴിക്കുക. അപ്പൊ അത് എന്തായി, ലീഗലി ആയിട്ട് പോകുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യമേ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിക്കാഹ് ആദ്യമേ ഇവിടെ ദുബായ് കോർട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒബ്വിയസ്ലി ഇപ്പം എന്റെ ഡെലിവറിന് ശേഷം വന്ന ലൈക്ക് 7 months ഞാൻ എൻ്റെ ബേബി ഷവർ നടത്തിയപ്പം എന്നെ കുറേ ആൾക്കാർ അതിനെക്കുറിച്ച് ചോദിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ലാരിറ്റി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസ്ലിംസിൽ നിക്കാഹ് കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. ആൻഡ് വാട്ട്, പ്രഗ്നൻ്റ് ആവുന്നതും ആവാതിരിക്കുന്നതും എൻ്റെ ഇഷ്ടമാണ്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പബ്ലിക്കിന് വേണ്ടി ഒരു കല്യാണം നടത്തുക, എന്നാലേ കല്യാണം ആവുന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഒരു കല്യാണം കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ പ്രഗ്നന്റ് ആവണം, ഒരു ഫംഗ്ഷൻ നടത്തി. ലീഗലി ഞാൻ പുള്ളിക്കാരന്റെ ഭാര്യയാണ്, ആസ് പെർ ദി ഇസ്ലാമിക് യെസ്, ആസ് പെർ ദി ഇസ്ലാമിക് റൂട്ട്. അത് മാത്രമല്ല ഞങ്ങളുടെ രജിസ്ട്രേഷനും എല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ട് തന്നെയാണ്. അതെ, എല്ലാം കഴിഞ്ഞിട്ട്. പലപ്പോഴും പല ആൾക്കാർക്കും അറിയില്ല, ചിലപ്പം വേറൊരു വിഭാഗത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കും അറിയാഞ്ഞിട്ടല്ല. ഇപ്പൊ ദർശന ടിവിയിൽ ഇപ്പൊ കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഇസ്ലാമിയത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാനൊരു മദ്രസ അധ്യാപകനാണ്, ഖുർആൻ ടീച്ചറാണ് ഞാൻ. നമ്മൾ ഒരു കാരണവശാലും നമ്മൾക്ക് കാണാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരു കാര്യം പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതിനകത്ത് കുറേ ആളുകൾ പറയുന്നുണ്ട്, എന്ത് മറ്റേ 7 മാസം കൊണ്ട് ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ കണ്ടിട്ടുണ്ടോ? എന്താണ് അതിന്റെ സത്യം എന്ന് അവർക്ക് അറിയോ? അവരെന്ത് ഇസ്ലാമിയത്താണ്? അത് ഏത് ഖുർആനാ പറഞ്ഞിട്ടുള്ളത്? ഇത് എനിക്ക് അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് വേറൊരാളുടെ ലൈഫ്, അത് എസ്പെഷ്യലി ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ അവരവരുടെ ലൈഫ്, ഫാമിലിയിൽ എന്താണ് നടക്കുന്നത് നോക്കാതെ ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫിൽ എന്ന് വെച്ചാൽ, ഞങ്ങളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇതിങ്ങനെ കൊട്ടി ആഘോഷിക്കുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് ഇടുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ്. ഒരു കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ റിയലൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ. കമന്റ് വായിക്കാറുണ്ട്, ബട്ട് ഞാൻ യൂഷ്വലി പണ്ടൊക്കെ ഞാൻ കമന്റ്സ് വായിക്കാറുണ്ട്. ഞാൻ കമന്റ് വായിക്കാറുണ്ട്, അവരെ ഞാൻ ഡയറക്റ്റ് കണ്ടുപിടിച്ച് ഞാൻ അവരെ വിളിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അതെന്റെ സ്വഭാവമാണ്. ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ മീഡിയ വിങ്ങിനെ വെച്ചുകൊണ്ട്, എനിക്ക് ഓഫീസിൽ മീഡിയ വിങ് ഉണ്ട്, അവരെ വെച്ചുകൊണ്ട് ഇത് ആരാണ് ഈ കമന്റ് ഇട്ടത്, അവരുടെ വീട്ടിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്. അതെന്താ സംഭവം എന്നറിയോ, നമ്മൾ അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ ഓക്കെ. പിന്നെ ഇവരൊക്കെ ചെയ്യുന്ന എന്താ അറിയോ, അതിന് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, അതിനകത്തൊരു ഒറ്റ ഫോട്ടോസേ ഉണ്ടാവുള്ളൂ. പുതിയ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം അവര്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് വരുന്നതോടെ നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവും, ഇക്ക പറയുന്നത് പോലെ തന്നെ. ആൻഡ് ഐ റിയലി ഡോണ്ട് കെയർ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മീഡിയയിൽ ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള കാര്യം. നെഗറ്റീവ് പറഞ്ഞോട്ടെ, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് പറഞ്ഞ അത്രത്തോളം ഞങ്ങൾ വളരുകയുള്ളൂ. ഇപ്പൊ എന്തായാലും നമ്മളടുത്ത് എന്തോ ആയതുകൊണ്ടാണല്ലോ ഇവര് പറയണത്, അല്ലെങ്കിൽ ഇവര് പറയില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ എത്രയോ ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൂടിയാണ് ഞങ്ങള് പ്രേക്ഷകർ നിങ്ങളെ കാണുന്നത്. അതിൽ നിന്ന് എപ്പോഴും മനസ്സിലാക്കുന്ന വെച്ചാൽ നിങ്ങൾ ഭയങ്കര സിമ്പിൾ ലൈഫാണ്. യു ഹാവ് ഫെയിം, യു ഹാവ് സക്സസ്, ആൻഡ് സ്റ്റിൽ ഭയങ്കര ലോക്കി ആയിട്ടാണ് ലൈഫ് ലീഡ് ചെയ്യുന്നത്. ഹൗ ഡു യു ഡു ദാറ്റ്? ലൈക്ക് എങ്ങനെയാണ് ആ ഒരു അങ്ങനെ? ഞാൻ ഒരിക്കലും എന്താ പറയുക, ജനിച്ചപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുക ആ ഒരു ഫെസിലിറ്റീസോടെ വന്നൊരു വ്യക്തിയല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് എല്ലാം ABCD, ഇപ്പം ഞാനൊരു ബിയിലാണെങ്കിലും സിയിലാണെങ്കിലും ആ ഒരു ഏത് ബിയിലെത്താൻ വേണ്ടി ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ ഈ സ്ട്രഗ്ലിംഗ് പീരിയഡ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെയാണ് സത്യം പറഞ്ഞ. പണ്ടൊക്കെ ഷംന കാസിമിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോഴൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര അഹങ്കാരാട്ടോ അവൾക്ക്, എന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരാണ് പണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നൊക്കെ ഡാൻസ് കളിക്കും ഞാൻ സ്റ്റേജിൽ, പക്ഷെ എനിക്കൊരു ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതൊരു റെസ്ട്രിക്ഷൻ ആണ്. ആ റെസ്ട്രിക്ഷൻസിനാണ് അവർ അഹങ്കാരം എന്ന് പറയുന്നത്. അതിലെന്ത് പേരിലും നിങ്ങൾക്ക് പറയാം, ദാറ്റ് ഇസ് ഓക്കെ. അത് കുറെ കഴിഞ്ഞപ്പം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ഒരുപാട് ഫ്രണ്ട്സായി. ഇവരെല്ലാം കണ്ട് പിന്നെ ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു എന്താ പറയാ
അത് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഒരു ഷമ്മ ഇങ്ങനെയാണല്ലേ, ഭയങ്കര ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്നൊക്കെ പറയും. ഞാൻ പറയും ഞാൻ ഇങ്ങനെയാ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. ഐ എം കമ്മിങ് ഫ്രം എ ഫാമിലി ഒന്നും അറിയാതെ, നോ ഗോഡ് ഫാദർ നോ ഗോഡ് ഫാദർ, നത്തിങ്. എൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് എൻ്റെ മമ്മി, എൻ്റെ ഡാൻസുമാണ്. ഈ 2 കാര്യങ്ങളും മാത്രമാണ് എൻ്റെ ഗോഡ് ഫാദർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടിൽ നിന്നും പുറത്തേക്ക് വന്നൊരു വ്യക്തിയാണ് ഷംന കാസിം. കണ്ണൂരിൽ നിന്നും അത്രയും ഒരു എന്താ പറയാ, അവിടെ ഒരു എന്താ പറയാ മുസ്ലിം കൾച്ചർ, ഫാമിലി എല്ലാം പൊട്ടിച്ച് എന്താ പറയാ ഡാൻസ് കളിച്ചോളൂ, ബട്ട് സിനിമയിൽ വരാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ പൊട്ടിച്ച് വരുമ്പോൾ നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ മാറി. അതുകൊണ്ട് എനിക്കറിയില്ല, ഐ ലവ് ടു ബി ലൈക്ക് ദിസ്. ഞാനിപ്പോൾ ദുബായിൽ വന്നാൽ തന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഇപ്പോൾ ഗ്രോസറി വാങ്ങിക്കാൻ ഞാൻ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോകും. അപ്പം ഇങ്ങനെ അവിടെ ആൾക്കാരെല്ലാം കാണുമ്പോൾ ഇക്ക പറയും നീ വരണ്ട നിനക്ക്. ഞാൻ പറയും വീട്ടിലുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചാലേ ശരിയാവുള്ളൂ. ഞാൻ അത് കേട്ടു. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഷാനദിക്ക് നന്നായിട്ട് കൂടുതൽ വാങ്ങിക്കുന്ന ഇതല്ലാണ് ഈ അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. ഇപ്പൊ ദുബായിൽ ഇവിടെ ആൾക്കാരെ ഒബ്വിയസ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. JBS ഗ്രൂപ്പ് ആണെങ്കിലും ഇപ്പം കുറെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ആൾക്കാർക്ക് അറിയാം. അപ്പം അങ്ങനെ വരുമ്പം എന്താ ചെയ്യുക? ഇപ്പം ഇവിടെ ഗ്രോസറിയിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും. ഇല്ല, അതിപ്പോ ഞാൻ ഇപ്പൊ ഇന്നാളിപ്പോ കുട്ടിക്ക് പെരുന്നാളിന്റെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോ ഇവരെ ചിന്നാട്ടി അവിടെ സാധനം എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ പുറകെ ഞാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ അവര് എന്റെ പുറകെ നടന്നിട്ട് പറഞ്ഞു അവരതാ പോണം. അങ്ങനെ കുട്ടി എന്ത് ചെയ്തു, ആ ലാസ്റ്റ് റൗണ്ട് വരെ ചോദിക്കാൻ ഒരു അപ്പൊ അവർക്ക് അത്രയും നടന്നപ്പോ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ നമ്മളെന്ന് പറഞ്ഞാൽ എന്ത്, നമ്മള് സാധാരണക്കാരന് വന്ന ആളുകളല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ് ആര് ഫോട്ടോ എടുക്കാൻ വന്നാലും എന്തിനു വന്നാലും എന്ത് ചെയ്യണം. എനിക്ക് ഇക്കയിലും ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം എന്താണ് നമ്മളൊരു നോർമൽ ലൈഫ്. ഇക്കാനെ ഇപ്പം ഞാൻ എവിടെയെങ്കിലും നമ്മൾക്ക് കഴിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടം സാധാ ഫുഡാണ്. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും സെയിം ആണ് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് വെസ്റ്റേൺ ഫുഡൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കുറേ കാര്യത്തിൽ സിമിലാരിറ്റീസും ഉണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് യുനോ വി മേക്ക് എ ഗുഡ് ഹാപ്പി. ഒബ്വിയസ്ലി ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് മുന്നോട്ട് പോകുന്നതോറും അത് തന്നെയായിരിക്കും. അതൊക്കെ ഞാൻ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇങ്ങനെയാണ്. അല്ല, ഇതൊക്കെ ഷാനദിക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇൻ ഡീറ്റെയിൽ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഷാനദിയുടെ മനസ്സിൽ ഒബ്വിയസ്ലി ജനറൽ ക്ലീഷേ ചോദ്യമാണ്. ഒരു ആക്ട്രസിനെയാണ് കല്യാണം കഴിക്കുന്നത്, വളരെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലാണ്, അവർ ഭയങ്കര പാമ്പേർഡ് ആയിരിക്കും എവറിത്തിങ്. ബിക്കോസ് തെലുങ്കു ഓർ മലയാളം ഷീ ഈസ് ഫേമസ്. ഈ വേർഡ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന കേട്ടോ, പാമ്പേർഡ്. I was trying to quote the right word for that. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു വൈഫായിട്ട് വരുമ്പോൾ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും രാവിലെ ഒരു ചായ, ആ ഒരു ടെൻഷൻ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രൂപത്തിലാണോ അവരായിട്ട് നിൽക്കുന്നത് അതേ രൂപത്തിലാണ് അവർ നിൽക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ 1 year ആയി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്. നമ്മൾ ആദ്യമേ ആ 1 year ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ടൈറ്റ് ആക്കിയിട്ടാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. ഞാൻ എവിടെ അങ്ങനെ പോവാതെ ഉള്ളത് കഴിച്ചെന്നല്ല, ഉള്ള ഈ ഒരു ലൈഫിലൂടെ കൊണ്ടുപോയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, കുട്ടിയായതിനു ശേഷമാണ് അവിടെ ഇവിടെയൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എന്താവില്ല, നമ്മളടുത്ത് നോർമൽ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ പോലും അവർക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ മുന്നേ ഇതേപോലെ കാണിച്ചിട്ട് പിന്നെ നമ്മൾ ഡൗൺ ആകുമ്പോഴാണ് എന്തുണ്ടാവുക, ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പൊ ആദ്യമേ നമ്മൾ ഇനി എന്തൊക്കെ ആയാൽ പോലും എന്ത് ചെയ്യുക, ഡൗൺ കാണിച്ചു കൊടുക്കുക. അത് മാത്രല്ല ഇക്ക പാമ്പേർഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മുതൽ എനിക്ക് അറിയുന്ന ഇക്ക അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ദേഷ്യപ്പെട്ട് ഒരു നമുക്കൊരാൾ ഇപ്പം ഐ വാസ് നോട്ട് വെരി യങ്, ഞാനൊരു 21-20 ഒരു കുട്ടിയായിരുന്നെങ്കിൽ ചിലപ്പം ഫസ്റ്റ് കാണുന്ന ഇംപ്രഷൻ ആണ് നമുക്ക്, അത് ആ ഒരു പീരിയഡിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഐ ഗോട്ട് മാരീഡ് ഇൻ എ മെച്യൂർഡ് വേ. സോ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും പുള്ളിക്കാരൻ ഇങ്ങനെയാണ് ആൻഡ് ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് രാവിലെ എണീക്കുമ്പോൾ പുള്ളിക്കാരന് ചായ എന്തായാലും നിർബന്ധമാണ്. ഇപ്പം ഇൻ കേസ് ഒരു സൺഡേസ് ഞാൻ കുറച്ചും കൂടി ഉറങ്ങി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോവും, എന്നാലും എനിക്കൊരു ചായ കിട്ടു തരും കേട്ടോ. ആ ചായ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ്. പക്ഷെ ആ ചായ ഞാൻ തന്നെ, അപ്പൊ കുറെ കാലങ്ങളായി ഞാൻ തന്നെ ഉണ്ടാക്കിയല്ലേ, അപ്പൊ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയാലേ അതിൻ്റെ ഇത് കിട്ടുള്ളൂ. അതെനിക്ക് തോന്നുന്നു രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ച് വന്നവരാണ്. ലൈക്ക് വി വോണ്ട് ടു സെറ്റിൽ ഡൗൺ. അപ്പൊ അതിന്റെ ഒരു ടച്ച് വുഡ്, ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ രണ്ടുപേരും കോൺഷ്യസ്ലി മെയിൻറ്റെയിൻ ചെയ്യില്ല. ഇക്ക വാസ് ലൈക്ക് ഇങ്ങനെ ഇക്കയ്ക്ക് ഒരു മാരേജ്, ഇന്നൊരു മാരേജ് വേണ്ട, ബിക്കോസ് ഹി ഹാഡ് എ പാസ്റ്റ് ഓൾസോ. അതെല്ലാം കഴിഞ്ഞ് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇക്കയ്ക്ക് എന്താ പറയാ, ഇന്നൊരു മാരേജ് അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫ് ഇക്ക ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയില്ല, ഇനി ദുബായിൽ തന്നെയാണ് എല്ലാം, എൻ്റെ ലൈഫ് എല്ലാം ദുബായിൽ തന്നെയാണ്. അങ്ങനെ ഇരിക്കും. ബട്ട് ഐ വാസ് ലൈക്ക് ഓക്കെ കല്യാണം കഴിക്കണം, പിന്നെ ഫാമിലി
ഫോഴ്സ് കാരണം മാത്രം കല്യാണം കഴിച്ചൊരു വ്യക്തിയല്ല ഞാൻ. കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ തൃപ്തി വരുന്ന ഒരാളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ആ ഒരു വാശി എനിക്കുണ്ടായിരുന്നു. അത് എന്ന് പറയുമ്പം അങ്ങനെ ഒരുപാട് നാളെ എൻ്റെ പ്രപ്പോസൽസിനൊക്കെ ലാഗിങ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എന്താ പറയാ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരാളെ കിട്ടി. ദസറയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. സൈലന്റ് യെറ്റ് സ്ട്രോങ് ക്യാരക്ടർ. ആൻഡ് വി നോ ദാറ്റ് ഷൈൻ ടോം ചാക്കോ നമുക്ക് ഭയങ്കര നമുക്ക് എക്സൈറ്റ് കേട്ട ടോപ്പിക്. ഹൗ വാസ് ഇറ്റ് ബീങ് എ പെയർ വിത്ത് ഇവൻ? ഹൗ വാസ് ഇറ്റ് ആക്ടിങ് വിത്ത് വദീനമ്മ അല്ലേ? വദീനമ്മ അല്ലേ കഥാപാത്രത്തിന്റെ പേര്? ഹൗ വാസ് ഇറ്റ്? വദീനമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന വീട്ടില് ഇപ്പം your brother will get married to me and അങ്ങനെ ഏടത്തിയമ്മ അതന്നെ ഏട്ടത്തിയമ്മയാണ് ഉദീനമ്മ. അപ്പം അവിടെ എല്ലാവരും ഉദീനമ്മ വില്ലേജില്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് എനിക്ക്. വൺ ഇസ് ലൈക്ക് ഞാൻ അതിന്റെ ക്ലൈമാക്സ് ചെയ്യുമ്പം ഞാൻ 6 months പ്രഗ്നന്റ് ആണ്. അതിപ്പം ആ സിനിമയിലെ ഡയറക്ടറിനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയണം. ബിക്കോസ് അത്ര അവരുടെ സപ്പോർട്ടീവ് ഉണ്ടായിരുന്നു എനിക്ക്. ആൻഡ് വർക്കിംഗ് വിത്ത് ഷൈൻ ടോം ഇറ്റ് വാസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. സോ ഷൈൻ ടോമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പുള്ളിക്കാരൻ ഒരുപാട് സംസാരിക്കാറില്ല, പക്ഷെ ഒരു ഭയങ്കര കംഫർട്ടബിൾ മലയാളി അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ ആദ്യത്തെ തെലുഗു ഫിലിം ആയിരുന്നു. അപ്പൊ ഞാനും കീർത്തിയൊക്കെയാണ് ഭാവത്തിന്റെ ഡയലോഗ്. അതിലൊരു സീനുണ്ട്, ഞങ്ങൾ ഫസ്റ്റ് അഭിനയിക്കുന്ന ദിവസമാണ് കേട്ടോ, രാത്രി അവൾക്ക് പോയി സാരി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പം മുഴുവൻ ഡയലോഗ് ഷൈൻ ചേട്ടനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡയലോഗ്സ്. ഞാനും കീർത്തി ഇരുന്ന് ചിരിയോട് ചിരി. എന്നിട്ട് പറയാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും തെലുഗു അറിയാം, ഞാനാണല്ലോ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നതെന്ന്. പക്ഷെ അത് ആ ദസറയിലെ ലാംഗ്വേജും വേറെ ഒരു സ്ലാങ് ആണ്, ഒരു വേറൊരു ഡിഫറെന്റ് വേറൊരു സ്ഥലമായിട്ടല്ലേ സ്ഥലമാണ്, ഒരു ഡിഫറെന്റ് സ്ലാങ്ങും കൂടിയാണ്. അപ്പൊ അതും കൂടി പുള്ളിക്കാരൻ. പക്ഷെ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, ഇപ്പൊ തെലുഗു ഇവിടെ തെറ്റാണെങ്കിലും ഈ ഐസിന്റെ അവിടെ വരുന്ന എക്സ്പ്രഷൻ ഇസ് വെരി പെർഫെക്റ്റ്. ആൻഡ് വർക്കിംഗ് വിത്ത് മലയാളി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നല്ലതായിരുന്നു. ആൻഡ് ദസറ എനിക്ക് തോന്നുന്നു ആ ദസറയുടെ ഒരു എന്താ പറയുക ഇമ്പാക്ട് എനിക്ക് ഇപ്പോഴും, ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പം എൻ്റെ അടുത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ടെസി സിനിമകൾ കാണുമ്പം ഭയങ്കരമായിട്ട് ഇതങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന. പക്ഷെ ഈ ദസറ കണ്ടപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, യു ഹാവ് നെയിൽഡ് ഇറ്റ്. അവളുടെ വായിന്ന് അത് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ഓണസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. സോ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ടെസി പറഞ്ഞ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ശാന്തിക. താങ്ക് യു ഷംന ഫോർ ബീങ് ഓൺ ദ ഷോ. സ്പോർട്ട് ആയിരുന്നു, വിടമാട്ടില്ല. കാരണം എനിക്ക് സംസാരിച്ചിരിക്കാൻ തന്നെ എന്റെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ക്യാമറ ഇല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ സംസാരിക്കാൻ ഇഷ്ടമുള്ള, എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പൊ താങ്ക് യു ഫോർ ബീങ് ഓൺ ദ ഷോ. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ, ഞാൻ ഇപ്പോഴാണ് ഇന്റർവ്യൂസിനൊക്കെ ഇവിടെ ദുബായിൽ വന്നതിന് ശേഷം മിക്കായിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. സോ ഇറ്റ് ഇസ് ബീങ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. സോ നിങ്ങളുടെ വേൾഡ് വിഷൻ വേൾഡ് വിഷൻ ചാനലിൽ താങ്ക്സ് എ ലോട്ട്. ഇവിടെ മാട്ടി എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ഇന്ന് മുതൽ ഇക്കയുടെ ബാക്കിൽ നിന്ന് നടക്കുമ്പോൾ വിടമോട്ടെ അങ്ങനെ നടക്കാൻ പോവാം. അപ്പൊ താങ്ക് യു.